മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കഥകൾ പറയുന്ന സിനിമകൾ. ഇപ്പോൾ തമിഴിലൊക്കെ പാരഞ്ജിത്ത്, മാരി സെൽവരാജ് പോലുള്ള ഡയറക്ടേഴ്സ്, ഈവൻ വെട്രിമാരൻ പോലും അത്തരം കഥകൾ അല്ലെങ്കിൽ അത്തരം പരിസരങ്ങൾ അവരുടെ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷേ അത്തരം പലതും ഈ പറയുന്ന പോലെ ആർട്ട്, ഇപ്പോൾ ഡോക്ടർ വിജയ് ഒക്കെ ചെയ്യുന്ന സിനിമകൾ പോലെ അത്തരം ടോപ്പിക്സ് കൈകാര്യം സിനിമകൾ മലയാളത്തിൽ വരുമ്പോൾ അതൊരിക്കലും ഒരു കമേഴ്ഷ്യൽ ഈ പറയുന്ന രീതിയിലൊന്നും വരാറില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തമിഴിലുള്ള ഇത്തരം സിനിമകൾ കണ്ട് കൈയടിക്കുകയും പക്ഷേ അത്തരം ടോപ്പിക്കുകളുള്ള സിനിമകൾ മലയാളത്തിൽ വരുമ്പോൾ അതിനെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസ് നമുക്കിവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പാരഞ്ജിത്തുള്ളത് കൊണ്ടാണ് ഒരു മാരി സെൽവരാജ് വരുന്നത്. അപ്പോൾ പാരഞ്ജിത്തിനേക്കാളും കൂടുതൽ സിനിമകൾ എനിക്ക് തോന്നുന്ന കൊമേഴ്ഷ്യലാണ് പാരഞ്ജിത്ത് ചെയ്തേക്കുന്നത്. മാരി സെൽവരാജ് കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ സക്സസ് ആകുന്നത് മാരി സെൽവരാജ്. അതെന്ന് വെച്ചാൽ അപ്പോൾ അതിനൊരു ബേസിക് ഡയലോഗ് ഉണ്ട്, അവരൊരിക്കൽ മണ്ണിലാണ് ഇവരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ എനിക്കൊന്ന് അതിനൊരു പോരാട്ടം ഉണ്ടായാലേ ഇതിന് ചിലപ്പോൾ നടക്കത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ എൻ്റെ പൊളിറ്റിക്സ് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് അത് ഡിബേറ്റിന് വെക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിട്ട് ഇപ്പം എനിക്ക് നിലവിൽ തോന്നുന്നു. പണ്ടൊക്കെ ഇപ്പം ടി ദാമോദരൻ്റെയും പ്രിയദർശൻ്റെയും രഞ്ജി പണിക്കർ അവരുടെ സിനിമകളിലകത്തൊക്കെ ഈ സവർണത അവർ ഭയങ്കരമായിട്ട് ഒളിപ്പിച്ചാണ് അതിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലിയ ഇപ്പം നരസിംഹൊക്കെ മോഹൻലാലൊക്കെ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഡയലോഗിനൊക്കെ സവർക്കർ എന്നൊക്കെ പറഞ്ഞു വിടുന്നത്. തല്ലുമാലൊക്കെ പറഞ്ഞാൽ അതൊക്കെ റീൽസിന്റെ ഒരു ഭാഗമാണ്. ഓരോ സ്വൈപ്പ് ചെയ്യാവുന്ന അതും സിനിമയിലോട്ട് വന്നു. അതെ, ഇൻസ്റ്റാഗ്രാം എടുത്ത് നേരെ സിനിമയിലോട്ടും വന്നിട്ടുണ്ട്. ഈ വാമ്പയർ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, നാളെ ഇതിൻ്റെ ഉടമസ്ഥനും വൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരും വന്ന് നിങ്ങൾ ഇവിടെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീഡം തരാം, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ അവർ വന്ന് നിങ്ങളെ കൊല്ലും എന്നാണ് പറയുന്നത്. റിയാൻ കുക്ലർ എന്ന് പറഞ്ഞാൽ ആള് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സിനിമകൾ ചെയ്യുന്നത്. മാരി സെൽവരാജ് ഇവരും പറയുന്ന ദളിത് പൊളിറ്റിക്സ് അവർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ടാണ് അത് അത്ര റൂട്ടിലായിട്ട് നിൽക്കുന്നത്. അംബേദ്കറിനെ വായിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇപ്പൊ വേടന്റെ വരവ്, ഇപ്പൊ പറയുന്ന പൊളിറ്റിക്സുകൾ ആളുകൾ കുറെ കൂടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഹോസ്റ്റൽ ഒരു മാരി സെൽവരാജ് ഒരു ഫിലിം വന്ന ഉടനെ അവർ തന്നെ നമ്മുടെ ചുറ്റുമുള്ള തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ ഇത് ഈ ജാതി, ഈ പുള്ളിക്ക് ഇതല്ലാതെ വേറെ എടുക്കാനൊന്നും ഇല്ലേ, അങ്ങനെ ഒരു ടോക്കുണ്ട്. അടുത്തിറങ്ങിയ ഏറ്റവും ബോക്സ് ഓഫീസിൽ വിജയം നേടിയ സിനിമയാണ് ലോക. അപ്പം ലോകയുടെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് യക്ഷി, മറ്റേ ചാത്തൻ, ഇതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ദൈവങ്ങളാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ദളിത് കമ്മ്യൂണിറ്റീനെ കാണിക്കുമ്പോൾ അവരുടെ ഈ ഉണ്ടാക്കിയ ഫാന്റസികളാണ് അവർ കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പോൾ ബാംബു വോയിസ് സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ. പക്ഷേ റൈറ്ററിന്റെ ഒരു ഫാന്റസിയാണത്. പക്ഷെ അത് ഓഡിയൻസ് അത് റിയലാന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് എന്ന്. പക്ഷെ അത് പിന്നീട് പല കാലഘട്ടത്തിലും പിന്നീട് മാറി വരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ലോകയുടെ കാര്യം പറയുമ്പോഴേക്കും ലോകയിൽ ഈ കള്ളിയാങ്കാട്ട് നിലയിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തിറങ്ങിയ ഒരു സിനിമയില് ഇതുപോലെ ഒരു ഡയലോഗ് അടിച്ചിട്ട് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, മനസ്സിലായത്? അപ്പം പറയാനുള്ളത് പറഞ്ഞു, എന്നിട്ട് ഇവിടെ ഡബിൾ മീനിങ് എന്ന് പറയുന്നൊരു സംഭവം. അതായത് സിനിമ ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു മീഡിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിലിം മേക്കേഴ്സ് എടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഉണ്ട്. അത് ഫിലിം മേക്കർ ഇപ്പോഴാണെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും അത് ശരിക്കും ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. അത് പുതിയ ജനറേഷനിലേക്ക് കൊടുക്കുന്നൊരു മെസ്സേജും അവരുടെ ഒരു വളർച്ചയ്ക്കും ഒക്കെ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയം കൂടിയല്ലേ, അപ്പോൾ ഈ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് എന്റർടൈൻ ചെയ്യാം. ഞാൻ ഔത് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മറ്റേ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ ദൈവത്തിന്റെ തിരുപട്ടണം, ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തിനാ ഈ പാട്ട് ഉപയോഗിക്കുന്നത്, വേറൊരു പാട്ട് എഴുതുന്നു, അല്ല ഇത് ഈ പാട്ടോട് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെപ്പിച്ചതാ. ജിതിൻ ചേട്ടൻ തന്നെ ദിവ്യമാതാവിന്റെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു ചേഞ്ചാണ്. ഒരു വുമൺ, ഒരു സ്ത്രീയാണ് ഈ സഭ നടത്തുന്നതും ഇത്ര ആൾക്കാരെ കൺവിൻസ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സമയത്ത് അതൊരു വലിയ കാര്യമാണ്. ഇവിടുന്ന് മറ്റേ സവർണർ വന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന നേരത്ത് ഗുരുദേവനെ
വരുവാകും. അത് തന്നെ ഒരു വേറൊരു മാസപ്പിൽ വരവാണെങ്കിൽ അങ്ങനെ ആലോചിക്കും. അത് ഭയങ്കര ഒരു മാസ് പരിപാടിയാണ്. അത് ഉറപ്പായിട്ടും സിനിമയുണ്ട്, അത് ഉണ്ടാവും. ഇല്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ വരുന്ന ഒരു സമയത്ത് അതൊക്കെ ഉറപ്പായിട്ടും ഇവിടെ കാണിക്കേണ്ടതാണ്, കാണിക്കപ്പെടും. ഇപ്പം റീൽസ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒരു ഇത് വന്നതിന് ശേഷമേ, ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇത് വന്നതോടുകൂടി, സ്മാർട്ട് ഫോണിൻ്റെ ഒരു എവല്യൂഷൻ വന്നതോടുകൂടി ഒന്ന് ക്രിയേറ്റേഴ്സ് കൂടുതലുണ്ടാകുന്നുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു അപ്രാപ്യമായ എന്തോ വലിയൊരു സംഭവം ആയിരുന്നു നേരത്തെ. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ഈ പറഞ്ഞ 1 മിനിറ്റ് ഷോർട്ട് വീഡിയോസ് നമ്മുടെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ പലരും അഭിനയിക്കുന്നവർ തന്നെ ഉണ്ടല്ലോ. റീൽസ് നേരത്തെ ടിക്ടോക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കുന്നവരങ്ങനെ, അല്ലെങ്കിൽ വളരെ പുതിയ രീതിയിലുള്ള ട്രാൻസിഷനൊക്കെ ചെയ്ത് പല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതൊരു കൈൻഡ് ഓഫ് ഡയറക്ഷൻ ആണല്ലോ. ആ ഒരു ടെക്നിക്ക് സെയിം അത് തന്നെയാണല്ലോ. ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ സ്പാനിൻ്റെ ഒരു ഇഷ്യൂസും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഒരു റീൽസിനകത്തെ സിനിമയും അല്ലെങ്കിൽ സിനിമയും നമ്മൾ പൊതുവെ പറയുന്ന ഫീച്ചർ ഫിലിമിനെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? എനിക്കിപ്പം ഈ ഒരു 2.5 മണിക്കൂർ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കുറേ ആളുകൾ ഒരുമിച്ചിരുന്നൊരു സിനിമ കാണുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുന്നൊരു എന്താണോ ഇമോഷൻ ആണെങ്കിൽ ഇമോഷൻ, ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ആ സാധനം റീലിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആളുകൾ സമയം എന്ന് പറഞ്ഞൊരു സാധനം മുമ്പേ പറഞ്ഞ പോലെ, അപ്പോൾ ഒരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ 30 സെക്കൻഡ് 40 സെക്കൻഡിൽ ആളുകൾക്ക് ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകാന്നുള്ളൊരു റീല്, അത് ചിലപ്പോൾ അതിനകത്ത് കുറേ മെസ്സേജും പരിപാടികളൊക്കെ ആൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 2.5 മണിക്കൂർ സിനിമ കൊടുക്കുന്ന ഒരു സാധനം ഇതിൽ നിന്ന് കിട്ടുമോ എന്നുള്ള സാധനം പറയാൻ പറ്റൂല. ഇടയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, സിനിമയൊക്കെ ഇതൊക്കെ വരുമ്പോഴത്തേ സിനിമയൊക്കെ നിന്നു പോകുമെന്ന് പറഞ്ഞത്. സിനിമ നിന്നു പോകില്ല, സിനിമ ഒരിക്കലും നിന്നു പോകില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇരുട്ടുമുറിയിൽ നമുക്ക് കിട്ടേണ്ട ഒരു ഇമോഷനും ഹാപ്പി, അല്ലെങ്കിൽ ഒരു എന്താണോ നമുക്ക് കിട്ടേണ്ട ഒരു ഹൈ, അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരിക്കലും ഈ മൊബൈലിൽ നമുക്ക് കിട്ടുകയില്ല. ഈ കോവിഡിന് ശേഷം OTTയുടെ കൂടെ ഒരു വരവ് വന്നല്ലോ. അത് പറഞ്ഞ OTTന്ന് പോലും നമുക്ക് ആ സാധനം കിട്ടാൻ പറ്റൂല, കിട്ടുന്നില്ല. OTT നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് സിനിമ കാണുന്ന പോലെ പോട്ടെ, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിരുന്ന് കാണാം. പക്ഷേ തിയേറ്ററിൽ ആളുകൾക്കിടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഒരിക്കലും ഈ വീട്ടിലിരുന്ന് ഈ OTTയിലിരുന്ന് എനിക്ക് കിട്ടാറില്ല. പേഴ്സണലി എനിക്ക് അത് പ്രശ്നം എന്ന് പറയട്ടെ, ഇപ്പൊ ഇതിന്റെ ഒരു എക്കണോമിക് വശം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ചെറിയ ബഡ്ജറ്റ് വരുന്ന സിനിമ, നേരത്തെ OTT ഇല്ലാത്ത സമയത്താണെങ്കിൽ തിയേറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്ഷനായിട്ടുള്ളത്. പക്ഷെ OTTയുടെ വന്നതിന് ശേഷം ചില സിനിമകൾ അതിനുവേണ്ടി മാത്രം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിന്നീട് ഇപ്പം അതിൻ്റെ മാർക്കറ്റ് പോയി. എങ്കിൽ പോലും ചെറിയ സിനിമകൾ അപ്പോൾ തിയേറ്ററിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് എനിക്ക് ചില റിപ്പോർട്ട്സിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം വിജയ് പോലുള്ള വലിയ സ്റ്റാർഡം ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, ഈ ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ, അങ്ങനത്തെ സിനിമകളാണ് തിയേറ്ററിൽ കൂടുതലും വർക്കായിക്കൊണ്ടിരിക്കുന്ന സിനിമകളൊന്നും ഈ മീഡിയം ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളൊന്നും അങ്ങനെ, അതായത് അതായത് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി മാറി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചെറിയ സിനിമ വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് OTTയിൽ അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് ഡിവൈസിലാണെങ്കിലും കാണാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പം പക്ഷേ ഈ വിജയുടെ സിനിമ, വിജയ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് പറയുന്നതാണ്, അതുപോലുള്ള സിനിമകൾ വരുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു ഇമോഷൻ, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിനകത്ത് ആർത്ത് ഉല്ലസിക്കാനും പാട്ട് പാടാനും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിയേറ്ററിൽ പോവുകയും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെറിയ ബഡ്ജറ്റ് സിനിമയിൽ അത് കിട്ടൂല. അപ്പം വളരെ കോറായിട്ട് നിൽക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വളരെ ചെറിയൊരു ഓഡിയൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിൻ്റെ എക്കണോമിക് വശത്തിൽ ഒരു വലിയ ഹിറ്റാകുന്ന ചെറിയ ബഡ്ജറ്റ് സിനിമകളൊന്നും അങ്ങനെ ഹിറ്റാകുന്നില്ല. ഇപ്പം കണ്ടന്റ് ഭയങ്കര പ്രധാനമാണ്. അതായത് നോക്കൂ, ഇപ്പം വിജയുടെ സിനിമയിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ രജനീകാന്തിന്റെ സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനമുണ്ട്. അത് പ്രതീക്ഷിക്കുന്ന ഒരാള് ഇപ്പം വേറൊരു ഇപ്പൊ ദിലീഷ് പോത്തന്റെയോ അല്ലെങ്കിൽ ശ്യാമുഷ്കറിനെ എഴുതിയ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഹൈ വിജയുടെ പടത്തിൽ നിന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോകത്തില്ല. ഇപ്പൊ വിജയുടെ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ ഞാനൊക്കെ ഒരു സിനിമയെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ ഇവരെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ സിനിമയിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് കൃത്യമായി പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ഓരോ സിനിമ കാണാൻ പോകുമ്പോഴും ഏകദേശം എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പം
ഇവിടെ കേരളത്തിലാണെങ്കിൽ അല്ലെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് നല്ലതാണെങ്കിൽ ഏത് സിനിമയെങ്കിലും അത് ഏത് ബഡ്ജറ്റ് എത്ര ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ബഡ്ജറ്റ് ആണെങ്കിലും കണ്ടന്റ് നല്ലതാണെങ്കിൽ ആ പടം ശ്രദ്ധിക്കപ്പെടും. അത് ഒരു രണ്ടുപേര് സംസാരിച്ച് മുന്നിലേക്ക് പോയി എങ്ങനെയാണെങ്കിലും സിനിമ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു സ്ഥലമാണ് കേരളം. മറ്റ് ഇൻഡസ്ട്രിയിലെ പോലെയല്ല. പക്ഷേ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു 200-ന് മേളിൽ സിനിമകളാണ് ഒരു വർഷം ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും സിനിമകൾ വരുവാണ്. അപ്പം ആളുകൾ ഇത് കൃത്യമായിട്ട് അതെല്ലാം ചാർട്ട് ചെയ്ത് നോട്ട് ചെയ്ത് സിനിമ അങ്ങനെ കാണാൻ അത് സിനിമ ആസ്വദിക്കുന്നതിൻ്റെ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറയുന്നത്. നമ്മള് നമുക്ക് എല്ലാ സിനിമയും പോയി കാണാൻ പറ്റുന്ന ഒരു ആളുകളായിരിക്കില്ല. എന്നാലും നമ്മള് ഓരോ സിനിമയും അത് ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറെ ഒത്തിരി ഒരുപാട് സിനിമകളെ ചുമ്മാ പറഞ്ഞ് നശിപ്പിക്കുന്ന അതെ അതെ ഒരുപാട് നമ്മളെ അങ്ങനെ കാണുന്നുണ്ട്. നല്ല സിനിമകളെ നശിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സിനിമകളെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആളുടെ ഒരു പ്രതീക്ഷയെ പറ്റി പറഞ്ഞ പോലെ ഈ സിനിമ ഇങ്ങനെ ആവണം എന്ന് നമ്മൾ ഒരുപാട് അങ്ങനെ ക്ഷണിക്കാൻ പാടില്ല. അതൊരു മേക്കറുടെ അല്ലെങ്കിൽ അതൊരു അവർ ഇതിനെപ്പറ്റി ഏകദേശം ഒരു പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല കൊണ്ടുവരുന്നത്. അപ്പം അത് അവർ കൊണ്ടുവരുന്ന സമയത്ത് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ ഒരാളുടെ സിനിമ ഇങ്ങനെ തന്നെ ആവണമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സിനിമയായി പോകത്തില്ലേ, അതായത് കാണുന്നവൻ്റെ സിനിമയായി പോലെ. അപ്പോൾ ഒരു മേക്കറുടെ ഒരു ഫ്രീഡം അതിനകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കണ്ടന്റ് നന്നാകുക അല്ലെങ്കിൽ എന്തായാലും നമ്മൾ കൊണ്ടുവരുന്ന ഒരു പരിപാടിയെ പ്രേക്ഷകനിലേക്ക് കൊടുക്കുമ്പോൾ അവനൊരു പുതിയ സാധനം കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരുന്ന സിനിമകളെല്ലാം വിജയിക്കുന്നുണ്ട്. ആനന്ദിന്റെ അഭിപ്രായം എന്താ? അതായത് ഇപ്പോൾ ആനന്ദ് പറഞ്ഞു കൊമേഴ്ഷ്യൽ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളാണ് സിനിമയിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുള്ള ആണ് ആനന്ദിന്റെ ഒരു ഇത് പറഞ്ഞത്. പക്ഷേ അതേസമയം ഇന്ത്യ ഫിലിം മേക്കേഴ്സിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇനി മുമ്പോട്ടും അവർക്ക് സ്പേസ് ഉണ്ടോ, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്താണ് ആനന്ദിന്റെ അഭിപ്രായം? കൊമേഴ്ഷ്യൽ എന്ന് ഞാൻ പറഞ്ഞത് കൊമേഴ്ഷ്യൽ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ തമിഴ് കൊമേഴ്ഷ്യൽ ഫിലിംസ് എന്ന് വെച്ചാൽ സ്ഥിരം മസാല പടങ്ങൾ ആണെന്നാണ് കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ എക്കോ അത് കൊമേഴ്ഷ്യൽ ഫിലിമാണ് ശരിക്കും. ആ ഒരു ടൈപ്പ് കൊമേഴ്ഷ്യലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിലേക്ക് വരുന്ന ഓഡിയൻസിന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ സിനിമ ചെയ്യുക, അത് ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. അപ്പം അത്തരം സിനിമകൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം ഈ പറഞ്ഞ പോലത്തെ ഇപ്പം ആർട്ട് ഫിലിമാണെങ്കിലും ഇങ്ങനെ പടങ്ങൾ ചെയ്യുന്ന ഇതിന് ഓഡിയൻസ് ഉണ്ട്, ഇതിന് ഫെസ്റ്റിവൽ ഓഡിയൻസ് ഉണ്ട്. അപ്പം എന്നുവെച്ചാൽ ഇത് ഓഡിയൻസ് സെലക്റ്റീവ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഇന്നൊരു സിനിമ ഇന്നൊരു ഡയറക്ടറിൻ്റെ ഫിലിമാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോയി കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം കുറച്ച് ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സിനിമയിൽ പല എക്സ്പെക്ടേഷനുമായിട്ട് പോകുന്നതുകൊണ്ട് അത് ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നു വരുന്നില്ല. അപ്പം സെലക്റ്റീവായി ആണ് ഓഡിയൻസ് പോകുന്നത്. പക്ഷെ ആ ഒരു ബ്രാൻഡ് നെയിം ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല. ഇപ്പം നിങ്ങളെപ്പോലെ ഇപ്പോൾ ആസ്പയറിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം വരുന്ന ഡെബ്യൂ ആയിട്ട് വരുന്ന ഫീച്ചറൊക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഇപ്പം ആനന്ദ് തന്നെ ഒരു ഫീച്ചറായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസിനെ സമീപിക്കുകയാണ്. അപ്പോൾ ആനന്ദ് ഫസ്റ്റ് ടൈമാണ്. അപ്പം അവിടെ തന്നെ ഒരു ബ്രാൻഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പം ആരാണെന്നുള്ളത് ഇപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ജിതിൻ പറഞ്ഞ പോലെ കണ്ടന്റ് അതിനകത്തൊരു വലിയ ഘടകമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു നിങ്ങളുടെ ഒരു വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടമ്പകൾ ഇപ്പോൾ സ്റ്റാർസ് ഇല്ലാത്തൊരു ഒരു ഇതാണെന്ന് കരുതുക. ഇപ്പോൾ ഈ പറയുന്ന പോലെ വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാത്തൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മുടെ പ്രസൻറ്റേഷൻ പോലിരിക്കും. ഇപ്പം നമ്മൾ ഏത് ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എൻ്റെ കൊമേഴ്ഷ്യൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള പ്രൊഡ്യൂസറിന് ബോധ്യപ്പെട്ട സിനിമ ആകും. പിന്നെ പല ഘടകങ്ങളും ഉണ്ട്. ഇത് ഇപ്പം തണ്ണീർമത്തൻ ദിനങ്ങൾ പോലുള്ള പടങ്ങളൊക്കെ സ്റ്റാർസ് ഇല്ലാതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം അങ്ങനത്തെ ഒരു പടം വിജയിക്കില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ആ സമയത്തെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ ലക്കിൽ ഒക്കെയാണ് നിൽക്കുന്നത്. പിന്നെ പല ഘടകങ്ങൾ ഒന്നിച്ച് വന്നാലേ ഈ കൊമേഴ്ഷ്യൽ ഫിലിം സക്സസ് ആകത്തുള്ളൂ. ഇപ്പം മുമ്പ് ചോദിച്ച ഇൻസ്റ്റാഗ്രാം റീൽസ്, അപ്പോൾ അതും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയത്തോളം കണ്ടന്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത് നല്ല കാര്യമാണ് ഇത്തരം ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകൾ ചെയ്യുന്നത്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓഡിയൻസ് സൈക്കോളജി അനുസരിച്ചാണ് റൈറ്റേഴ്സ് സിനിമയിൽ എഴുതുന്നത്. അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് വീഡിയോയ്ക്കാണെങ്കിലും ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അത്തരം ഇത് എത്തും, അവരുടെ ആ ഓഡിയൻസിലേക്ക് ഉറപ്പായിട്ടും എത്തും ആ കണ്ടന്റ്. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ തിയേറ്ററിൽ വഴിയാണെന്നുണ്ടെങ്കിൽ ആ ഓഡിയൻസിലേക്ക് എത്താൻ കുറച്ച് ടാസ്ക്കാണ്.
പക്ഷെ അത്തരം ഓഡിയൻസ് അവരറിഞ്ഞ് അവർ പോയി കാണണം. അപ്പം അവരിലേക്ക് സിനിമ എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം സിനിമ ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പം സിനിമ ഫിലിം മൊത്തത്തിൽ ഇമോഷനാണ് അത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് റീലിൽ നമ്മൾ തോന്നുന്ന ഇമോഷൻ ആയിരിക്കില്ല ഒരു സിനിമ. ഒരു മിനിറ്റ് റീലിൽ ഇമോഷൻ ചെയ്യുന്നവരുണ്ട്. ഒരു ഇമോഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇമ്പാക്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സിനിമ കണ്ട് ഇറങ്ങുന്നതിന്റെ അത്ര ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് നമുക്ക് റീലിനോട് ഇരിക്കാൻ തോന്നില്ല. അത് നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കളയുമ്പോഴേക്കും അടുത്ത് കിട്ടും. പക്ഷെ സിനിമ അങ്ങനെയാകില്ല. ചിലപ്പോൾ സിനിമ നമുക്ക് ലൈഫ് ലോങ് ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുകയായിരിക്കും. അതാണ് വ്യത്യാസം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന സിനിമകൾ, ഇപ്പം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കഥകൾ പറയുന്ന സിനിമകൾ, ഇപ്പോൾ തമിഴിലൊക്കെ പാരഞ്ജിത്ത്, മാരി സെൽവരാജ് പോലുള്ള ഡയറക്ടേഴ്സ്, ഈവൻ വെട്രിമാരൻ പോലും അത്തരം കഥകൾ അല്ലെങ്കിൽ അത്തരം പരിസരങ്ങൾ അവരുടെ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അവർ അതിനെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. അത്തരം ചിത്രങ്ങൾ ഭൂരിഭാഗവും കൊമേഴ്ഷ്യലി സക്സസ് ആകുന്നുണ്ട്. അതായത് അവർ ബഡ്ജറ്റ്, അതായത് ബോക്സ് ഓഫീസിൽ അവർ വിജയിക്കുന്ന സിനിമകളാണ് ഈ പറയുന്ന ഫിലിം മേക്കേഴ്സ് എടുക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷേ അത്തരം പലതും ഈ പറയുന്ന പോലെ ആർട്ട്, ഇപ്പോൾ ഡോക്ടർ വിജയ് ഒക്കെ ചെയ്യുന്ന സിനിമകൾ പോലെ അത്തരം ടോപ്പിക്സ് കൈകാര്യം സിനിമകൾ മലയാളത്തിൽ വരുമ്പോൾ അതൊരിക്കലും ഒരു കമേഴ്ഷ്യൽ ഈ പറയുന്ന രീതിയിലൊന്നും വരാറില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തമിഴിലുള്ള ഇത്തരം സിനിമകൾ കണ്ട് കൈയടിക്കുകയും പക്ഷേ അത്തരം ടോപ്പിക്കുകളുള്ള സിനിമകൾ മലയാളത്തിൽ വരുമ്പോൾ അതിനെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസ് നമുക്കിവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനെങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുക? അത്തരം ഫിലിം മേക്കേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അത്തരം കണ്ടന്റുകൾ തമിഴിൽ കൂടുതൽ ചെയ്യുന്നത്, തമിഴിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അവിടെ അത്തരം കണ്ടന്റുകൾ അവിടെ അത്തരം കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന അവിടെയാണ്. അവിടെ റിയൽ ഇൻസിഡൻസുകൾ തന്നെ കുറേ ഡെയിലി സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിലും ഇപ്പം നമുക്കിപ്പം ഇതേപോലെ അവർ കൂടുതലും പാരഞ്ജിത്തിൻ്റെ, മാരി സെൽവരാജിൻ്റെ ഒക്കെ ഈ പൊളിറ്റിക്സ്, ജാതി പൊളിറ്റിക്സ് പടങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്സോട് ഡിഫറൻസ് ആണ് അത്. പക്ഷെ നമുക്ക് ഇവിടെയും കഥകൾ പറയാൻ സാധിക്കും. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പം നിലവിൽ ഇല്ല. അത്ര വലിയ പൊളിറ്റിക്സുകൾ അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് ഒന്നും ആരും അങ്ങനെ ചർച്ച ചെയ്യാറില്ല. പിന്നെ അത്തരം പൊളിറ്റിക്സിൻ സിനിമകളിൽ വേണോ, അതൊക്കെയാണ് കുറച്ച് സംശയം. എന്നുവെച്ചാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രശ്നം അതാണ്, നമ്മൾ ഇതിൽ പറഞ്ഞിരുന്ന കാര്യം ജെന്യൂൻ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. അല്ല, ഈ പറയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം തമിഴ്നാട്ടിലും സംഭവിക്കുന്നുണ്ടെന്നേ. അതെ. അതായത് തമിഴ്നാട്ടിലുള്ള ഓഡിയൻസും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവർക്കെതിരെ വൻപൻ ഹെയ്റ്റ് ക്യാമ്പയിൻസ് നടക്കാറുണ്ട്. ഈ നമ്മുടെ പാരഞ്ജിത്തിൻ്റെ ആണെങ്കിൽ ഈവൻ വെട്രിമാരന് പോലും അത്തരം ഹെയ്റ്റ് ക്യാമ്പയിൻ പോലുള്ള പരിപാടി നടക്കുന്നുണ്ട്. അതായത് എല്ലാ സിനിമയിലും ജാതി പറയുന്നു, അല്ലെങ്കിൽ എല്ലാ സമയം ഈ പറയുന്ന ഇത് മടുത്തില്ല എന്നുള്ള രീതിയിലുള്ള ഇപ്പം ഈ ലാസ്റ്റ് ബൈസണിൽ പോലും അത്തരം ഉള്ള ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെയും സംഭവിക്കുന്നുണ്ട്. അവിടെ റിയലായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവർ കാണിച്ചിട്ടുള്ളത് സിനിമയിൽ. പക്ഷെ അല്ല, അതിനെ ഇവിടെയും അംഗീകരിക്കുന്നില്ല ആളുകൾ. ഇവിടെ എന്തുകൊണ്ട് ഇവിടെ പൊളിറ്റിക്കൽ മറ്റേ ഈ അവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോ തന്നെ വേറെ, DMK അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു പടത്തിന് അവരുടെ, എനിക്ക് തോന്നുന്നത് കേരളത്തെക്കാളും കൂടുതൽ കുറച്ചുകൂടെ ഈ രാഷ്ട്രീയം പറയാൻ നല്ലത് അവരുടെ സിനാരിയോ ഭയങ്കര അവരവിടെ വർക്കൗട്ട് ആക്കി എടുത്തോണ്ടാണോ അങ്ങനെ പറയുന്നത്? പിന്നെ പരഞ്ജിത്ത് ഇപ്പം ഈ പടം ചെയ്യാൻ തന്നെ നല്ല സ്ട്രഗിൾ ചെയ്താണ് വന്നത്. അദ്ദേഹം ഒരിക്കൽ മണ്ണിലാണ്. ബാക്കിയാണെങ്കിലും നമ്മളിപ്പോൾ ഈ പറയുന്ന സംസാരം തുടങ്ങുന്ന പോലും ഇവിടുന്ന്. അതിപ്പോൾ കേരളത്തിലാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ചെറിയ സ്പേസിലാണ് വരുന്നതേ ഉള്ളൂ. പക്ഷെ പടങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിന് ഉദാഹരണമല്ല കമ്മട്ടി പടം. പക്ഷെ അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് ദുൽഖർ എന്ന് പറഞ്ഞൊരു ഇതും കൂടെ ഉണ്ട്, ഫാക്ടറും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയെ പോകാൻ സാധ്യതയുള്ളൂ. കാരണം എനിക്ക് ഇപ്പം DMK അല്ലെങ്കിൽ സ്റ്റാലിൻ ഇങ്ങനൊരു ബാക്കപ്പ് കൂടെ ഉണ്ട് തമിഴ്നാടിന്. അപ്പം ഒരു പടത്തെ ഇപ്പം മറ്റേ മാരി സെൽവരാജിൻ്റെ രണ്ടാമത്തെ മാമന്നൻ തന്നെ ഉദയനിധിയാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പം അറിയാം പടം നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കേരളത്തിലുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പം ഞാനൊരു പടമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇവർക്കായിരിക്കും അത് പറയാൻ പറ്റുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് പോയാൽ എത്രമാത്രം അത് സിനിമ ഇതിനു മുമ്പേ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതിനകത്തും കൂടെ തന്നെ ബേസിക്കലി ഇതൊരു വ്യവസായം ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എത്രമാത്രം കൊമേഴ്ഷ്യലൈസ് ചെയ്യും എന്നുള്ള, ഇപ്പം കമ്മട്ടിപ്പാട് ഇറങ്ങാൻ തന്നെ എനിക്ക് തോന്നുന്നത് ദുൽഖർ, രാജീവ് രവി അങ്ങനെ കുറച്ച് ഫാക്ടർ ഇതിൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നത് അവരുപയോഗിച്ച് നമ്മളതിൻ്റെ പടം ഇറങ്ങിക്കഴിയുമ്പോൾ മനസ്സിലാവും വിനായകനാണ് നായകൻ, പക്ഷെ പടം ബ്രാൻഡ് ചെയ്ത് ദുൽഖറിനെ വെച്ചായിരുന്നു.
അപ്പോൾ ഇത് എനിക്കൊന്ന് ഇവർ കുറച്ചുകൂടെ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇപ്പം ദളിത് സിനിമകൾ സംസാരിക്കണമെങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ ഇനി ദളിത് ആൾക്കാർ തന്നെ വന്ന് ദളിത് സിനിമകൾ സംസാരിക്കണം. അപ്പം ആദ്യം നമ്മൾ ഇപ്പം പാരഞ്ചത്തുള്ളത് കൊണ്ടാണ് ഒരു മാരി സെൽവരാജ് വരുന്നത്. അപ്പോൾ പാരഞ്ചത്തിനേക്കാളും കൂടുതൽ സിനിമകൾ എനിക്ക് തോന്നുന്ന കൊമേഴ്ഷ്യലാണ് പാരഞ്ചത്ത് ചെയ്തേക്കുന്നത്. മാരി സെൽവരാജ് കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആണ്. പക്ഷെ അതിൽ പതിനഞ്ചിനേക്കാളും കൂടുതൽ സക്സസ് ആകുന്നത് മാരി സെൽവരാജിന്റെ അതെന്ന് സിനിമ. വെച്ചാൽ അപ്പോൾ അതിനൊരു ബേസിക് ഡയലോഗ് ഉണ്ട്, അവരൊരിക്കൽ മണ്ണിലാണ് ഇവരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ എനിക്കൊന്ന് അതിനൊരു പോരാട്ടം ഉണ്ടായാലേ ഇതിന് ചിലപ്പോൾ നടക്കത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം ഡോക്ടർ വിജയൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറൊരു ജോണറിനകത്ത് അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അവാർഡ് അവാർഡ് സിനിമകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓഡിയൻസിന് തന്നെ ഒരു ഡിവിഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു പ്രജുഡീസ് ഉണ്ട്, അതായത് ഒരു മുൻവിധിയുണ്ട്. ഈ ഇദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഡിയൻസിൻ്റെ ഇല്ലായ്മയും പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു യങ് ഫിലിം മേക്കേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ അങ്ങനെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ദളിത് കണ്ടന്റുകൾ പറയുന്ന സിനിമകൾ എനിക്കൊന്ന് ലാസ്റ്റ് ഇറങ്ങിയ 2 വർഷത്തിനിടയിൽ ഇങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതായത് ഇത് പൊതിഞ്ഞു മൂടിയാണ് വച്ചിരിക്കുന്നത്. അത് അങ്ങനെ മാത്രമേ ഇവർക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ, അത് എന്തൊക്കെ കാരണങ്ങളാണോ അല്ലെങ്കിൽ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇതെല്ലാം ഇവർ ഈ പൊതിഞ്ഞാണിത് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നേക്കുന്നത്. ഇപ്പം ഞാൻ നോക്കുന്നത് ഇപ്പം ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ സിനിമകളുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടത്, അതായത് ഇതെല്ലാം ഈ IFFK പോലുള്ള ഫെസ്റ്റിവലിൽ ഇങ്ങനത്തെ സിനിമകൾ പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പം സാഹചര്യം അവിടെ പോകുന്ന സമയങ്ങളിൽ ഇത് കാണുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്തെല്ലാം അതായത് ദളിത് സബ്ജക്റ്റുകളെ ഒരുപാട് സംസാരിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റൊരു അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന്റെ മുന്നിലേക്ക് ഈ സിനിമ വരുമ്പോൾ എടുക്കാൻ പറ്റാത്തതിൻ്റെ പല കാരണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകൾ വർക്കാവുന്നത്. അല്ലെങ്കിൽ ഒരു നായകൻ ഇന്നൊരു കാസ്റ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നായിക ഇങ്ങനെ ഒരു കാസ്റ്റിലേക്ക് പോയി അത്തരത്തിലുള്ള സിനിമകൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് കൃത്യമായിട്ടത്. അതൊരു പല രീതിയിൽ സാമ്പത്തികപരമായിട്ടും അത് കേരളത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു ജാതിയുടെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയണം. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർ ഈ പൊതിഞ്ഞു മൂടിയ സാധനത്തെ ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെയ്യുന്ന ചില പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ കാണുന്ന ചില പ്രോജക്റ്റുകൾ കൃത്യമായി ജാതി അടയാളപ്പെടുത്തുന്ന വർക്കുകൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയുണ്ട്. അത് തന്നെയാണ് മാർഗം എന്നാണ് ഞാൻ കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു രീതി. അതായത് ഇതിനെ പ്രസന്റ് ചെയ്യുന്നത് കൃത്യമായ പടത്തിന് വേണ്ട കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ അതിനകത്ത് ഉണ്ടാവണം. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പോയാൽ ആ പരിപാടി വർക്കാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആനന്ദൊക്കെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ നമ്മളെല്ലാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരെല്ലാരും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെ ഒരു ഫോമിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സിനിമ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ചിലപ്പം ഒരു സാഹചര്യത്തിൽ എല്ലാം ബിസിനസ് ആണല്ലോ. ഒരു സിനിമ ചെയ്യാന്ന ഒരു പ്രൊഡ്യൂസർക്ക് ബിസിനസ്സായിട്ട് അതിന് നേട്ടം ഉണ്ടാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. സിനിമ ഉണ്ടാവണം. പക്ഷേ ഇപ്പം അനന്ത് പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലി സക്സസ് ആണെന്ന് പറഞ്ഞാൽ ഈ ഓടെ പറയുന്ന പോലെ അടി അങ്ങനെയുള്ളൊരു പക്ക മസാല പടമല്ല കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ വരുന്ന ആളുകളെ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമ, അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാനായിരിക്കും കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിൽ പറയേണ്ട കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞു പോകണം എന്ന് തന്നെ ആഗ്രഹിക്കും. ഇപ്പം ഈ IFFK വരുന്ന സിനിമകളാണെങ്കിൽ പോലും ദളിത് പരിസരങ്ങളെയൊക്കെ അങ്ങ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന സിനിമകളാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു മുൻവിധിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരിക്കലും കമേഴ്ഷ്യലായിട്ട് അത് മലയാളി സമൂഹം ഏറ്റെടുക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു അതാണ് മലയാളി സമൂഹത്തിൻ്റെ. അപ്പം പണ്ടൊക്കെ ഇപ്പം ടി ദാമോദരൻ്റെയും ഒരു പ്രിയദർശൻ്റെയും രഞ്ജി പണിക്കർ അവരുടെ സിനിമകളിലകത്തൊക്കെ ഈ സവർണത അവർ ഭയങ്കരമായിട്ട് ഒളിപ്പിച്ചാണ് അതിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലിയ ഇപ്പം നരസിംഹമൊക്കെ മോഹൻലാലൊക്കെ ഇങ്ങനെ വരുന്ന, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഡയലോഗിലൊക്കെ സവർക്കർ എന്നൊക്കെ പറഞ്ഞു വിടുന്നത്. അപ്പം വളരെ അങ്ങനത്തെ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ദളിത് സിനിമ എടുക്കാം,
അല്ലെങ്കിൽ ഇത്തരം മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കഥ പറയാം എന്ന രീതിയിൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ മലയാളത്തിൽ അത് വർക്കാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ തമിഴ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ മലയാളത്തിൽ ഈ അഖില പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു കൾച്ചറൽ ഒരു അന്തരീക്ഷവും പൊളിറ്റിക്കൽ അന്തരീക്ഷവും വ്യത്യസ്തമാണ്. അപ്പം ഈ സിനിമയ്ക്കകത്ത് എങ്ങനെ ഇതിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഈ അട്ടക്കത്ത് ചെയ്യുന്ന സമയത്ത് രഞ്ജിത്തിന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ, ഈ അംബേദ്കറിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റാതെ വന്ന അവസരത്തിൽ പുള്ളി എന്ത് ചെയ്ത് ഈ ഫ്രെയിം വരുന്ന വോളിലൊക്കെ അംബേദ്കറിന്റെ ഫോട്ടോ ഇട്ട് വെച്ചിട്ട് ഷോട്ട് എടുത്തിട്ടുണ്ടെന്നാണ്. പ്രതിമ വെച്ചിട്ട് ഇത്തരത്തിലൊക്കെ പുള്ളി ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ പൊളിറ്റിക്സിനെ കൃത്യമായി അതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്ക് അത് കറക്റ്റ് അവർ അങ്ങനെയാണ് ഇനി റൈറ്റർ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കട്ടപ്പന ഋതിക് റോഷന്റെ റൈറ്റർ ഉണ്ടല്ലോ, അവരുടെ രണ്ടാമത്തെ പടമൊക്കെ അവര് കൊമേഴ്ഷ്യൽ ഭയങ്കര കൊമേഴ്ഷ്യൽ. പക്ഷെ അതിന്റെ സെറ്റിങ്ങും സിനാരിയും ഒക്കെ വേറെയാണ്. അത് നമ്മൾ കാണുന്ന അങ്ങനെ പടങ്ങൾ ചെയ്യുന്ന അതിനെ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് സിനിമ കലയാണ് എങ്കിൽ പോലും അതൊരു വ്യവസായം എന്നുള്ള സാധനം, പണം എന്നൊരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇപ്പം ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ആർട്ട് ചെയ്യണം, ആർട്ട് പകർത്തൽ അല്ലെങ്കിൽ അങ്ങനെ പൊളിറ്റിക്സ് സംസാരിക്കും. പക്ഷെ അതേ ഉപരി നമുക്ക് പണം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെ വർക്കാകുന്ന പടങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ മുമ്പേ തല്ലുമാലൊക്കെ പറഞ്ഞാൽ അതൊക്കെ റീൽസിന്റെ ഒരു ഭാഗമാണ്. ഓരോ സ്വൈപ്പ് ചെയ്യാവുന്ന അതും സിനിമയിലോട്ട് വന്നു. ഇൻസ്റ്റാഗ്രാം എടുത്ത് നേരെ സിനിമയിലോട്ടും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ കൊമേഴ്ഷ്യൽ ചെയ്യാം, അല്ലെ എങ്ങനെ ഇതിനെ വ്യവസായം ഇപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഇതിന്റെ സെറ്റിങ് സിനാരിയോ, ഇതിന്റെ പ്ലേസ് ചെയ്യുന്ന സ്ഥലം, പ്ലേസ് ചെയ്യുന്ന രീതി ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത് പണ്ട് കൊണ്ടുവിടെ, പക്ഷെ നമ്മളതിനെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള സംഭവം ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ മാർജിനൈസ് കമ്മ്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കുന്ന ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ അറിവിൽ ഉപയോഗിച്ചിട്ടില്ല. ഒന്നെങ്കിലും പക്ക ദളിതായിട്ടുള്ള ഒരു കഥയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ദളിതിനെ ഒപ്രസ് ഇത് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകളായിരിക്കും വരുന്നത്. ലോഹിദാസ് സിനിമകളിൽ അത് വേറെ രീതിയിലാണ് പുള്ളി അത് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഹോളിവുഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഞാനിപ്പം ഉടലെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതുമായിട്ട് നേരിട്ടല്ലെങ്കിൽ പോലും ഇപ്പം ജോർഡൻ പീലിൻ്റെയൊക്കെ സിനിമകൾ, ഗെറ്റ് ഔട്ടും നമ്മുടെ സിന്നേഴ്സ്, ഇപ്പോൾ ഈ വർഷം മിക്കവാറും ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള സിനിമകൾ, അതിനകത്ത് ഭയങ്കര സിന്നേഴ്സൊക്കെ ഭയങ്കര ഒരു റെവല്യൂഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് പൊളിറ്റിക്സിനെ ഭയങ്കരമായിട്ട്, അതായത് ഒരു ഹൊറർ മൂവിക്കകത്ത് ബ്ലാക്ക് പൊളിറ്റിക്സിൽ പ്ലേസ് ചെയ്യുന്നു. അതായത് ഈ ഒരു 2 സഹോദരന്മാരാണ്, അതായത് ഈ അടിമക്കച്ചവടം നടത്തിയതിന് ശേഷമുള്ളൊരു കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ 2 സഹോദരങ്ങളും അവർ എങ്ങനെയൊക്കെയോ പൈസ കുറച്ചുണ്ടാക്കിയിട്ട് അവരുടെ നാട്ടിൽ വന്നിട്ട്, സൗത്ത് അമേരിക്കയാണ്, അവിടെയാണ് കൂടുതലും ബ്ലാക്സ് ഉള്ളത്. അവിടെ ഒരു ഫാം ഹൗസ്, ഒരു വെള്ളക്കാരനിൽ നിന്ന് ഫാം ഹൗസ് വാങ്ങിച്ചിട്ട് അവിടെ ഒരു പബ്ബ് പോലൊരു സംഭവം സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ. അപ്പം അതിനകത്ത് ഈ ഒരു വാമ്പയറാണ് വരുന്നത്. അപ്പോൾ ഇവരവിടെ അകത്തെല്ലാം അതിനകത്ത് പാട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നതും ഭയങ്കര ഇതാണ്. അപ്പം അവരുടെ ജാസാണ്, അവരുടെ ഒരു ബ്ലൂസ് ജാസ് അങ്ങനെയൊക്കെ പറയുന്നത് ബ്ലാക്സിൻ്റെതായ ഒരു മ്യൂസിക്കാണ് അതിനകത്ത് അവർ യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പം ഈ വാമ്പയർ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, നാളെ ഇതിൻ്റെ ഉടമസ്ഥനും വൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരും വന്ന് നിങ്ങൾ ഇവിടെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതായത് വാമ്പയർ കടിച്ചു കഴിഞ്ഞാൽ ഇവർ വാമ്പയർ ആവുമല്ലോ, അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു. അപ്പം നിങ്ങൾക്ക് ഫ്രീഡം ഞാൻ തരാം. അതായത് ആ വീടിൻ്റെ പുറത്ത് വന്നാൽ ഇയാൾക്ക് ഇവരെ കടിക്കാൻ പറ്റുള്ളൂ, വീടിനകത്ത് നിന്ന് ഇവർക്ക് കടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ആ സ്റ്റോറി നിൽക്കുന്നത്. അപ്പോൾ പുറത്ത് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീഡം തരാം, അല്ലെങ്കിൽ രാവിലെ അവർ വന്ന് നിങ്ങളെ കൊല്ലും എന്നാണ് പറയുന്നത്. ആ രീതിയിലൊക്കെ നമ്മുടെ റയൻ കൂഗ്ലർ ഡയറക്ടർ, ഈ സിന്നേഴ്സിൻ്റെ ഡയറക്ടർ, ഇദ്ദേഹം തന്നെയാണ് ബ്ലാക്ക് പാന്തർ ഡയറക്റ്റ് ചെയ്തത്. ബ്ലാക്ക് പാന്തറിൻ്റെ ലാസ്റ്റിലും ഇതിൻ്റെ ആൻറ്റഗനിസ്റ്റ് ആയിട്ടുള്ള ആൾ പറയുന്നുണ്ട്, എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടുള്ളൂ, എൻ്റെ പൂർവികർ കപ്പലിൽ നിന്ന്, അതായത് ഈ അറ്റ്ലാന്റിക് സ്ലേവറിയിൽ കപ്പലിൽ നിന്ന് മരിച്ചുപോയ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ അടുത്തേക്ക് ഞാൻ പൊക്കോളാന്നൊക്കെ. അങ്ങനെ ഒരു ഭയങ്കര അതായത് ഈ പ്ലേസ്മെൻ്റാണ്, ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ്, എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അത് ഇവർ ഹോളിവുഡിലൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് അതാ പറഞ്ഞു തന്നെ. അതായത് ഇപ്പം നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് എത്രത്തോളം ജെന്യൂനാണ്, റൂട്ടഡായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പറയുന്ന ആള് അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം. ഇപ്പം റയാൻ കുഗ്ലർ എന്ന് പറഞ്ഞാൽ ആള് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്.
ഇപ്പം സ്റ്റീഫൻ സ്പിൽബർഗ് ജ്യൂസ് ആയിരുന്നു. അപ്പൊ അതായത് അത്ര റൂട്ടഡ് ആയിട്ട് അയാളുടെ സിനിമകളിൽ ഡെൻസിൽ അത് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. ഇന്റൻസിൽ പറയാൻ സാധിക്കുന്നത്. ഇപ്പം മാരി സെൽവരാജ് ഇവരും പറയുന്ന ദളിത് പൊളിറ്റിക്സ് അവര് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ടാണ് അത് അത്ര റൂട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇതേ പറഞ്ഞ പോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ വരുന്ന അനുസരിച്ച് അത് അതല്ല, അത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അതിന്റെ അംശം എവിടെയെങ്കിലും തട്ടുന്നുണ്ട്, കൃത്യമായിട്ട് തട്ടും. അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇസ്രൂലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനകത്ത് ഇവര് പറയും നമ്മൾ എഴുതുന്ന ഡയലോഗ് ചിലർക്ക് മനസ്സിലാവില്ല, ചിലർക്ക് മനസ്സിലാവും. അപ്പൊ അവര് ചിലർക്ക് അത് കൊള്ളും, അത് മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതാണ് അവന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അല്ലെങ്കിൽ പറയാം ഇവൻ പറയുന്ന പൊളിറ്റിക്സ് ഇതിലാണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചില സാധനം എടുക്കുന്ന സമയത്ത് ഇത് വേണം എന്ന് പറയും. അപ്പൊ അമ്മമാര് പറയും ഇതെന്തിനാ, ഇത് ആവശ്യമില്ലാത്തത്, ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ എടുപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് കണക്ട് ആകുന്ന ഇതേ പറയാം. ഞാൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മറ്റേ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ ദൈവത്തിന്റെ തിരുപട്ടണം, ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തിനാ ഈ പാട്ട് ഉപയോഗിക്കുന്നത്, വേറൊരു പാട്ട് എഴുതുന്നു, അല്ല ഇത് ഈ പാട്ടോട് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെപ്പിച്ചതാ. അപ്പൊ അത് കണ്ടിട്ട് അത് മനസ്സിലാകുന്ന ആൾക്കാരുണ്ട്, അപ്പം ഇത് മറ്റൊരു രീതി കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്തപ്പം ഈ പാരഞ്ചിത്ത് റെഫറൻസ് ഉണ്ടല്ലോ നമുക്ക് പണ്ട് തൊട്ടേ. ഇപ്പോൾ ഇത് എവിടെയെങ്കിലും വെക്കണ ഒരു കണ്ണാടിക്കകത്തോട് ഒരു അംബേദ്കറിന്റെ പടമൊക്കെ ചിത്തിരാതെ, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ആണെന്നൊരു ഇങ്ങനെ. ഞാൻ പക്ഷെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു പടത്തിനപ്പുറം, ഒരു ഫോട്ടോയ്ക്ക് അപ്പുറം നമുക്ക് എങ്ങനെ ഇതിനെ ഒരു കമേഴ്ഷ്യൽ, ഈ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിക്കകത്ത് പ്ലേസ് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെയാണ് പറഞ്ഞ ഇപ്പം സിന്നേഴ്സൊക്കെ ആണെങ്കിൽ പോലും ഈ സിനിമ ഉണ്ടാക്കിയ സ്ഥലത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവരെത്ര വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ സ്പേസ്, ഇവിടെ അങ്ങനെ സ്പേസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു വിനായകൻ, അത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടോയെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇപ്പം വേറെ വേക്കിട്ട് നമ്മുടെ സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ട്, എനിക്ക് ശരിയാണോ എന്ന് അറിയത്തില്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ജെൻസിയുടെ ഒക്കെ ഒരു ടൈം കൂടെ ആയതുകൊണ്ട് ഇപ്പം ഒരു പ്രോ ദളിത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടോപ്പിക്ക് കുറച്ചുകൂടെ ആളുകൾ സ്വീകരിക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. ഇപ്പൊ എനിക്കത് അംബേദ്കറിനെ അല്ലെങ്കിൽ അംബേദ്കറിനെ വായിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇപ്പൊ വേടന്റെ വരവ്, ഇപ്പൊ പറയുന്ന പൊളിറ്റിക്സുകള് ആളുകൾ കുറെ കൂടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻപത്തേക്കാൾ ഒരു വ്യത്യാസം ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ കാഴ്ചപ്പാടിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ചരിത്രങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് നോക്കുന്നവർക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അങ്ങനെയുള്ള എത്ര ശതമാനം ആളുകളുണ്ടെന്നുള്ളൊരു, അല്ല ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര ശതമാനം ആളുകളുണ്ടെന്നുള്ളത് പണം മുടക്കാനുള്ള അല്ല, പണം മുടക്കാൻ തീർച്ചയായിട്ടും ആളുകൾ. ഇപ്പോൾ ഹോളിവുഡിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇതിലും വലിയ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നടന്നൊരു മേഖലയാണ് ഹോളിവുഡ്. അവിടെ ഈ പറയുന്ന ഇവർ ഇത്തരം ഓക്കെ അതിനുള്ള ഒരു ടൈം എവല്യൂഷൻ്റെ ഒരു സമയം നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ മാർക്കറ്റ്, അവർക്ക് ബേസിക്കലി പൈസയാണ് ഇത്. അപ്പം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് സിനിമ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിനും അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് എടുത്തത് വിജയിപ്പിക്കാൻ പറ്റുന്ന നമ്മൾ അവരെ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു നിൽക്കുന്ന ആളുടെ ജോലി എന്ന് പറയുന്നത്. അവർ ഓക്കെ ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്നതിനപ്പുറം ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു എല്ലാവരും എന്നല്ല, പക്ഷെ മോസ്റ്റ്ലി റവന്യൂ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഏത് സബ്ജക്റ്റ് ടൈപ്പ് നമ്മൾ അവതരിപ്പിക്കും, ദളിത് പൊളിറ്റിക്സ് പറയുന്ന സിനിമകളാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ എനിക്കൊന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഹോസ്റ്റൽ ഒരു മാരി സെൽവരാജ് ഒരു ഫിലിം വന്ന ഉടനെ അവർ തന്നെ നമ്മുടെ ചുറ്റുമുള്ള തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ, ഇത് ഈ ജാതി, ഈ പുള്ളിക്ക് ഇതല്ലാതെ വേറെ എടുക്കാനൊന്നും ഇല്ലേ, അങ്ങനെ ഒരു ടോക്കുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലാണെങ്കിലും ഫസ്റ്റ് ഡിബേറ്റ് വെക്കുമ്പോൾ തന്നെ റിസർവേഷൻ ആ ടോപ്പിക്കാണല്ലോ. അപ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയാണ്, നമുക്ക് സംസാരിക്കും, ഇതെങ്ങനെ ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കണം, അത് ഒരു സിനിമയിലൂടെ അത് കൺവേ ചെയ്യും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തമിഴ് ഫിലിംസിലെ അത് കുറച്ചുകൂടെ വർക്കായിട്ടുള്ളൂ. കേരളത്തിൽ അങ്ങനെ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വരുവാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, സൊസൈറ്റിയിൽ മൊത്തത്തിലൊരു വലിയൊരു ചേഞ്ച് സിനിമ ഉണ്ടാകും. അത്രത്തോളം
ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് രാഗത്ത് പറയുന്നത്. ഉണ്ട് ഒരുപാടുണ്ട്. ക്ലാസ്സിലാണെങ്കിലും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ മാരി സെൽവരാജ് അങ്ങനത്തെ ഫിലിമൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞ പോലെ കമ്മട്ടിപ്പാടത്തിൻ്റെ അകത്ത് ഇതുപോലെ നമുക്ക് ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ അതിൽ ദുൽഖർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അടുത്തിറങ്ങിയ ഏറ്റവും ബോക്സ് ഓഫീസിൽ വിജയം നേടിയ സിനിമയാണ് ലോക. അപ്പം ലോകയുടെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് യക്ഷി, മറ്റേ ചാത്തൻ, ഇതൊക്കെയാണ്. ഇതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ദൈവങ്ങളാണ് അവര്. അതിന്റെ മറ്റേ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ടല്ലോ, അത് പറയും കഥ. പക്ഷെ അത് പറയാതെ കാട്ടിലാണ്, പക്ഷെ അത് നമുക്കത് കാണുമ്പോഴാണ് ഒരു ഇത് അവിടെ ഒരു വർക്കായി ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരം ടോപ്പിക്സുകളൊക്കെ അവരുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഇതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് പറയുന്നല്ല, അവരൊരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫോക്ലോറിൽ നിന്നും ഇത്തരം മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസിൻ്റെ സ്റ്റോറീസോ അവരുടെ ഡൈറ്റീസിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ജേക്സ് ബിജോയ് മറ്റേ അയ്യപ്പനും കോശിക്കകത്ത് പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ പാട്ടുകൾ ഇവിടുത്തെ നാടൻ പാട്ടുകാർ പാടുന്നില്ല ആ ടൈപ്പിൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കേണ്ടതെന്നോ ഇത് എവിടെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നോ എന്നതിനെ സംബന്ധിച്ചാണ് ശരിക്കും ചർച്ച ഉണ്ടായി വരേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ദളിത് സിനിമകൾ വിജയിക്കത്തില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്നും ഇത് എവിടെ പ്ലേസ് ചെയ്യണം, അത് കൃത്യമായിട്ട് മാർക്കറ്റിങ്ങും അതിനകത്ത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ജേക്സ് ബിജോയുടെ പാട്ടൊക്കെ അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ഹിറ്റായത്. 5 അവാർഡ് വരെ കിട്ടിയതാണ്. അതെ, അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫിലിം മേക്കേഴ്സ് എന്ന നിലയിൽ നമ്മൾ ആ രീതിയിലും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ആനന്ദ് എന്താണ് അഭിപ്രായം? നമ്മുടെ പൊളിറ്റിക്സ് സിനിമയിൽ വരണോ വേണ്ടത്? ഇപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ എൻ്റെ പൊളിറ്റിക്സ് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് അത് ഡിബേറ്റിന് വെക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിട്ട് ഇപ്പം എനിക്ക് നിലവിൽ തോന്നുന്നത്. സിനിമയിൽ അത് ഇപ്പം നമ്മൾ എന്ത് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞാലും ദളിത് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞാലും അത് ഡിബേറ്റിന് വെക്കുന്നതാണ് മലയാള സിനിമയിൽ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. സേഫ് മീൻസ് വെച്ചാൽ ഓഡിയൻസ് അന്നെങ്കിലൊക്കെ അക്സെപ്റ്റ് ആകത്തുള്ളൂ അന്നെങ്കിൽ. പക്ഷെ ഇപ്പം നമ്മളൊരു പൊളിറ്റിക്സ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു ഡിബേറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. വെച്ചാൽ സിനിമയ്ക്കുള്ളിൽ ഇപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ട്, ഇങ്ങനൊരു സാഹചര്യം ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പം പൊളിറ്റിക്സ് നമുക്ക് പറയാനുള്ള പൊളിറ്റിക്സ് റൂട്ടിലായിട്ട് ചെയ്യുന്നത് സിനിമയിൽ അവതരിപ്പിക്കാൻ പറ്റും. അപ്പം ഇതുവരെ മറ്റു ഫിലിം മേക്കേഴ്സ് കൂടുതലും ചെയ്യുന്നുള്ള അവർ ഒരു പുറം കാഴ്ചകൾ പോലെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ദളിത് കമ്മ്യൂണിറ്റീനെ കാണിക്കുമ്പോൾ അവരുടെ ഈ ഉണ്ടാക്കിയ ഫാൻറ്റസികളാണ് അവർ കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പോൾ ബാംബു വോയിസ് സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ. പക്ഷേ റൈറ്ററിൻ്റെ ഒരു ഫാൻറ്റസിയാണത്. പക്ഷെ അത് ഓഡിയൻസ് അത് റിയലാന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് എന്ന്. പക്ഷെ അത് പിന്നീട് പല കാലഘട്ടത്തിലും പിന്നീട് മാറി വരുന്നു. അപ്പം ഇതിനെയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ലോകയുടെ കാര്യം പറയുമ്പോഴേക്കും ലോകയിൽ ഈ കള്ളിയാങ്കാട്ട് നിലയിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കറക്റ്റ് മീറ്ററിലാണോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം. അപ്പം അത് റൂട്ടിലായിട്ടുള്ള ആളുകൾ ചെയ്യുമ്പം അത് ചിലപ്പോൾ ശരിയായി വരും. ഇപ്പം ഈ പറയുന്ന പോലെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ സിനിമകൾ ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും സിനിമ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഈ ഘടകങ്ങളൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്. രാഗേന്ദു സിനിമ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കാണുന്ന സിനിമകളിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില ഇതുപോലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളതല്ല, മോശമായ രീതിയിൽ ബോഡി ഷേമിങ് ആയിരിക്കാം. ചിലപ്പം തമാശയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ബോഡി ഷേമിങ് ഉണ്ടാവാം. ചിലപ്പം ജാതിപരമായിട്ടുള്ള അതിശയമായിട്ടല്ല ആയിരിക്കില്ല പറയുന്നത്, കോമഡിക്ക് വേണ്ടിയിട്ടായിരിക്കും, കോമിക് റിലീഫിന് വേണ്ടി ആയിരിക്കാം, ചിലരുടെ നിറത്തെ പറ്റിയായിരിക്കാം. ഇതൊരു സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഇതൊരു കുട്ടി കാണുമ്പോൾ തന്നെ അത് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കുഞ്ഞിലെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ച് വെക്കും, ഇതിങ്ങനെയാണ്. വലുതാകുമ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ട്. നമ്മൾ എന്താണോ കൺവേ ചെയ്യുന്നത് അതിന് അനുസരിച്ചിരിക്കും. അതായത് സിനിമ ആളുകളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു മീഡിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിലിം മേക്കേഴ്സ് എടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഉണ്ട്. അത് ഫിലിം മേക്കർ ഇപ്പോഴാണെങ്കിലും ഇനിയും വരാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും അത് ശരിക്കും ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ.
അത് പുതിയ ജനറേഷനിലേക്ക് കൊടുക്കുന്നൊരു മെസ്സേജും അവരുടെ ഒരു വളർച്ചയ്ക്കും ഒക്കെ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷേ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയം കൂടിയല്ലേ? അപ്പോൾ ഈ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമുക്ക് എന്റർടൈൻ ചെയ്യാം. ശരി, എന്താണ് അഖിലിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ പോലും അറിയാതെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പം ഇതൊരു ഇവോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇനി വരുന്നൊരു മാറ്റമുണ്ട്. ഇപ്പം നമുക്കത് പേടിയായി പറയാൻ. ഇപ്പം എല്ലാം മുമ്പേ പറഞ്ഞ പോലെ ഇത് പേടിയായി തുടങ്ങി ഇത് പറയാൻ. ഞാനിപ്പോൾ നമ്മളും മാറി മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മളത് കൂടുതൽ അനുഭവിച്ച ആൾക്കാരായതുകൊണ്ട് നമ്മളും അനുഭവിച്ചാലാണെങ്കിലും നമ്മൾ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് പറയുന്നത്. അപ്പം ഒരാൾ പറയും, ഒരാൾ മറ്റേ കളിയാക്കുമ്പോൾ ആ കളിയാക്കപ്പെടുന്ന ആൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് അങ്ങനെ ഒരു വാദം ഉണ്ടല്ലോ. ഇല്ല, അത് ഇത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ശരിയല്ല, അത് ശരിയല്ല. അത് മനഃപൂർവ്വമായിട്ട് അങ്ങ് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വരുന്നൊരു ജനറേഷന് അങ്ങനത്തെ ഒരു നല്ലൊരു പരിപാടിയായിരിക്കും നല്ലത്. കാരണം ഇത് അല്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും ഉള്ളിനുള്ളിൽ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത്, ഇപ്പം എൻ്റെ അപ്പിയറൻസ് വെച്ചിട്ടൊക്കെ ഞാൻ കേട്ടുള്ള. അപ്പം അന്ന് എൻ്റെ ഫ്രണ്ട്സ് ഉള്ളപ്പോൾ ഞാൻ പോട്ടെ നോക്കും, ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ഹർട്ടുണ്ട്, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനാണെങ്കിൽ പോലും എൻ്റെ ഇത് വേറെ സർക്കിളിനകത്ത് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും വിചാരിച്ചത് ഓക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല, അത് പുറത്തുനിന്ന് ഒരാൾ, മൂന്നാമതൊരാൾ, ഇപ്പം സോഷ്യൽ മീഡിയ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇത് കൂടുതലും പറയുന്നത്, അത് ചെയ്തു, ഇത് കളിയാക്കുന്നു. അപ്പോൾ ഒരു മൂന്നാമതൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. തിരുത്തിപ്പോകുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയിൽ പ്രത്യേകിച്ചും തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. തിരുത്താൻ പറ്റുമല്ലോ. തിരുത്താൻ പറ്റിയ തിരുത്തി വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ സിനിമകൾ വരുന്നുണ്ടല്ലോ ഇപ്പം. തിരുത്തി ചെയ്യാം. കോമഡി ഇപ്പം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തമാശ പറയണമെങ്കിൽ ഇത് ഒഴിവാക്കാം എന്നാണ്. ഇപ്പം എഴുതുമ്പോഴാണെങ്കിലും എല്ലാവരാണെങ്കിലും ഇപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുന്നതല്ലേ. ഒഴിവാക്കിയ തമാശകൾ ഉണ്ടാക്കാമല്ലോ. എന്താണ് ജിതിൻ്റെ ഒരു സിനിമ ഇറങ്ങിയ ഒരു സിനിമ അല്ലേ ഇതുപോലെ ഒരു ഡയലോഗ് അടിച്ചിട്ട് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, മനസ്സിലായത്? അപ്പം പറയാനുള്ളത് പറഞ്ഞു, എന്നിട്ട് ഇവിടെ ഡബിൾ മീനിങ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പൊ അത് തിരിച്ചു വരുവാണോ? അല്ല, അവര് പറയരുതാത്തൊരു ടീമിൽ നിന്നാണ് ആ സാധനം കേട്ടത് അല്ലേ? അപ്പം ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്ന ആളുകളിൽ നിന്നാണ് ഈ സാധനം വന്നത്. അപ്പം അത് മാറ്റം ഉണ്ടാകണം, ആ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാകണം. അല്ലാതെ സിനിമ ഉണ്ടാകില്ല, അല്ലാതെ രസിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഈ ഒരു 4 പേരും നമ്മളൊരു PRDS പശ്ചാത്തലത്തിൽ നിൽക്കുന്ന എസ്പയറിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം PRDS വിഷയങ്ങൾ അല്ലെങ്കിൽ PRDS കഥകൾ നമുക്ക് സിനിമയാക്കാൻ എത്രത്തോളം പറ്റും, അല്ലെങ്കിൽ അത്തരം പശ്ചാത്തലം സിനിമയുടെ ഭാഗം, ഞാൻ പറയുന്നത് ഫീച്ചർ മെയിൻ സ്ട്രീം സിനിമ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഷോർട്ട് ഫിലിം അല്ല, എത്രത്തോളം അതിനൊരു സാധ്യതയുണ്ടല്ലോ. ഗുരുദേവൻ്റെ ജീവചരിത്രം തന്നെ അല്ലെങ്കിൽ ജീവിതം തന്നെ ഓരോ പാർട്ടെടുത്താലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇതായിട്ട് ഒരു ബയോഗ്രഫി പോലത്തെ അല്ല. അല്ല, ഞാൻ കൊമേഴ്ഷ്യലായിട്ടുള്ള കണ്ടന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലും ഉണ്ടല്ലോ. ഇപ്പം നമുക്കൊരു കഴിഞ്ഞിടയ്ക്ക് ലാസ്റ്റ് ഞങ്ങളൊരു ഇങ്ങനെ ഞാനും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആദിത്യരാജീവും കൂടി സംസാരിച്ചു. കൊഴുക്കുച്ചിറലകൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, ഒരു സംഭവമുണ്ട് നമുക്ക്. ഇതിൻ്റെ ഒരു നമ്മൾ കേൾക്കുന്ന യോഗങ്ങളിൽ കേൾക്കുന്ന ഒരു അതിൻ്റെ ഇമ്പാക്റ്റ് വെച്ച് തന്നെ നമ്മൾ വിഷ്വലി ആലോചിക്കുമ്പോൾ തന്നെ ഭീകരമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേണമെങ്കിൽ ആ ഒരു കണ്ടന്റ് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ കൊമേഴ്ഷ്യലായിട്ട് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞത് എത്രത്തോളം വർക്കൗട്ട് അതല്ല, ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ കാണുന്നൊരു കാര്യം ഇതാണ്. അപ്പം ഇതിന് സാധ്യതകളുണ്ട് ഭയങ്കരമായിട്ട്. അതുപോലെ സംഭവബഹുലമാണല്ലോ ഗുരുദേവൻ്റെ ജീവിതം എന്ന് പറഞ്ഞത്. ഗുരുദേവൻ്റെ ആണെങ്കിലും അമ്മച്ചിയുടെയൊക്കെ ആണെങ്കിൽ പോലും ഇത് സാധ്യതകളുണ്ട്. ഇപ്പം വളരെ വലിയ വിപ്ലവങ്ങൾ പോലും വലിയ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ പിന്നെ കൊഴുക്കുച്ചിറയുടെ ഞാൻ അതാലോചിച്ച് ഒരു പാട്ട് രാജീവ് ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം ഇവിടുന്ന് മറ്റേ സവർണർ വന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന നേരത്ത് ഗുരുദേവനെ വരുക അങ്ങോട്ട്, അത് തന്നെ ഒരു വേറൊരു മാസപ്പിൽ വരവാ വേണമെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ. ഇപ്പോൾ ആനന്ദ് പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലായിട്ട് നമുക്കൊരു മാസ് എന്നല്ലെങ്കിൽ ഒരു രീതിയിലൊക്കെ ആലോചിച്ചാലും അങ്ങനെ ആലോചിക്കാം. അല്ലാതെ എടുക്കാൻ പറ്റും. ഇതിന് ഏത് ഭാഗത്തുനിന്ന് എടുത്താലും ഒരു പരിപാടിക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജിതിൻ ചേട്ടൻ തന്നെ ദിവ്യമാതാവിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചേഞ്ചാണ്. ഒരു വുമൺ, ഒരു സ്ത്രീയാണ് ഈ സഭ നടത്തുന്നതും ഇത്ര ആൾക്കാരെ കൺവിൻസ് ചെയ്തെടുക്കുകയാണ് സമ്പാദ്യശീലം ഉണ്ടാക്കാനും
എല്ലാ കാര്യങ്ങളിലും അവരെ അച്ചടക്കം പഠിപ്പിക്കാനും ഇത്ര ആൾക്കാർ അത് അത്രയും പേര് അത് അനുസരിക്കുന്നു. അതൊക്കെ ഒരു വലിയ കാര്യം. അത് അന്നത്തെ ആ ഒരു സമയത്ത് അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ ഒരു വലിയ ടോപ്പിക്കാണ്. അതൊക്കെ ഒരു സിനിമ ഇതിലൊക്കെ സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ ആ ദ്യുതി ചെയ്ത ഒരു കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ളൊരു അത് നമുക്കൊരു ചെറിയൊരു സിനിമ എടുക്കാം. അവരുടെ ഒരു ചുറ്റുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. ഒരുപാട് ടോപ്പിക് ഉണ്ട്, ഒരുപാട് കണ്ടന്റ് ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ഒരു ബേസ് തന്നെ അടിമൂഷയുണ്ട്. അല്ലാതെ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ കൊഴുക്കുച്ചിറ എല്ലാ കാര്യങ്ങളിലും ഓരോ യോഗമാണെങ്കിലും മുതലപ്രവേശിച്ച് നടന്ന യോഗം അങ്ങനെ ഒരുപാട് കണ്ടന്റ് ഉണ്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ. ഇത് മറ്റേ സഭയിലല്ലേ പോലും പുറത്താണേലും വർക്കൗട്ട് ആകുന്ന കാര്യങ്ങളാണ്. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. ഇപ്പം ഞാനിപ്പോൾ സഭയ്ക്കകത്ത് നിന്നൊരു ആളെന്ന നിലയിൽ പുറത്ത് നിന്നൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണമെങ്കിൽ സഭ കാണിക്കാം. അങ്ങനെ പല രീതിയിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ആമേൻ എന്ന് പറഞ്ഞ സിനിമ, എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ ഒരു ഡിവിനിറ്റീൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതിനൊരു ഒരു പശ്ചാത്തലമുണ്ട്. അത് നടക്കുന്ന എവിടെയാണ്, ഒരു പള്ളി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ പള്ളിയിലുള്ള ആളുകൾ അവരുടെ ഒരു കൾച്ചറൽ ഇതിലാണ്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ അങ്കമാലി ഡയറീസ്. അത് ഒരു കൾച്ചറൽ, ആ ഏരിയയുടെ കൾച്ചറൽ സ്റ്റോറിയാണ് അത്. അപ്പം അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ സ്റ്റോറിയായിട്ട്, ഞാൻ PRDCൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഒരു കൾച്ചറൽ ഒരു ഇതിനെ ഡെപിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ്. അതെന്താ വെച്ചാൽ ഗുരു സിനിമ ശരിക്കും കരുണാകര ഗുരുവിൻ്റെ ഒരു ആശയമാണ് ആ സിനിമ സംസാരിച്ചിരുന്നത്. അവർ തന്നെയായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇപ്പം സഭയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആശയം സംവദിക്കാൻ വേണ്ടി സിനിമകൾ ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ സാധിക്കും. കാരണം നമ്മൾ അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങൾ പോലും അത്തരം ആശയങ്ങളിൽ ഉറപ്പായിട്ടും കയറി വരും. പിന്നെ ബാക്കി ഇതിൻ്റെ കൊമേഴ്ഷ്യൽ സാധനം വെച്ചാൽ നമ്മൾ ഓഡിയൻസ് എല്ലാ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ അത് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ്. അപ്പോൾ അവർക്കും കൂടി അത് കാണാനുള്ള ഇത് തോന്നണം. അപ്പോൾ ആ ഒരു മീറ്ററിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ സാധ്യതയുണ്ട്. പിന്നെ അത് ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ ഓരോ സിനിമകൾ ചെയ്യുന്നത്. അപ്പം ആളുകൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സാധ്യത ഉണ്ടോന്നേ ചോദിച്ചുള്ളൂ. സാധ്യതയുണ്ട് നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ സാധ്യതയുണ്ട്. സാധ്യതകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എഴുത്ത് വശം, ഇതിൻ്റെ ബേസിക് സ്ക്രിപ്റ്റ് ആണല്ലോ. ഇതിൻ്റെ ഒരു ഭയങ്കര എത്രത്തോളം നന്നാകുന്നോ അത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ. മുമ്പേ ദളിത് സബ്ജക്റ്റുകൾ പറഞ്ഞപ്പോലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ പറയുന്നത് ഇതിൻ്റെ എഴുത്തിലാണ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. പറഞ്ഞ് ഇതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പാളിപ്പോയാൽ ഇതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണല്ലോ. ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മളിപ്പം ഓരോന്ന് ചെയ്തു വെക്കുന്ന പോലെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗം. ഇതിൻ്റെ അങ്ങോട്ട് എഴുത്ത് വശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയാൽ ഇത് പിന്നെ ഒരു ഹിസ്റ്ററി ആയിട്ട് അവിടെ കിടക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് മേക്കേഴ്സാണ് കൂടുതൽ റൈറ്റേഴ്സിന്. ഇപ്പം ഞാൻ സംബന്ധിച്ച് ഞാൻ റൈറ്ററല്ല. അപ്പം ഞാൻ ആനന്ദിനെ കൂടുതലും റൈറ്ററായിട്ടാണ് കിടന്നത്. ജിൻചേട്ടനൊക്കെ റൈറ്ററാണ്. ഇങ്ങനെ റൈറ്റേഴ്സ് കൂടുതൽ വരണം, എന്നാലേ ഇതിങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ബേസിക്കലി എനിക്ക് തോന്നുന്നത് മാരി സെൽവരാജിൻ്റെ ഫിലിം മേക്കിങ്ങിനേക്കാളൊക്കെ കൂടുതൽ പുള്ളി കിടിലൻ റൈറ്ററാണ്, പോയറ്റുമാണ്. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഒരു കനമാണ് ഇത് ഭയങ്കര. ഇപ്പം മുമ്പേ പറഞ്ഞാൽ പാരഞ്ജിത്തിനേക്കാളും മേളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അദ്ദേഹം കുറച്ചുകൂടെ ഡയറക്ടർ ഓറിയൻറ്റഡ് ആണ് പരിപാടികൾ. ഇദ്ദേഹം കുറച്ചുകൂടെ റൈറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പോകുന്ന സ്ഥലങ്ങൾ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പറഞ്ഞത് കാര്യം ചെയ്യുന്നതിന് ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കണ്ടന്റ് ഭയങ്കര വലുതായാൽ ഇതിൻ്റെ എല്ലായിടത്തും ചെല്ലും, എത്തത്തുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, എനിക്ക് സഭ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നത് ഞാനെല്ലാം ഭയങ്കര സിനിമാറ്റിക്കായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം അപ്പച്ചൻ്റെ ചരിത്രങ്ങൾ, അപ്പച്ചൻ്റെ ശിഷ്യന്മാരുടെ ജീവിത ചരിത്രങ്ങൾ, ഇതിലൊക്കെ ഞാൻ സിനിമ കാണുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന മിക്ക വർക്കിലൊക്കെ നിന്ന് ഞാൻ എടുക്കാറുണ്ട്. അത് പല രീതിയിലായിരിക്കാം. അപ്പം ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടൊരു രൂപത്തിലൊരു, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എടുത്ത ഒരു സാധനത്തിൽ നിന്ന് അതെനിക്ക് പഴയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെവിടെ പിടിച്ചിരുത്തുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് ഞാൻ കൂടുതലും ഈ വായിക്കുന്ന സമയത്ത് ഇതിനെല്ലാം കൂടുതലായിട്ട് വിഷ്വലായിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. പക്ഷെ അതെന്നാണ്, എപ്പോഴാണ്, എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ
ഇതിൽ വലിയൊരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു പരിസരത്തിൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻപുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. പിന്നെ അതിനകത്ത് അത് നമ്മുടെ ഒരു ഗ്യാങ്ങിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനൊരു സബ്ജക്റ്റിന് അത് അന്നുണ്ടായൊരു സബ്ജക്റ്റ് വായിക്കുന്നതിനെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ആ ഒരു പരിസരം ഭയങ്കര സിനിമാറ്റിക്കായിട്ട് നമ്മളത് സംസാരിക്കും. അത് ഭയങ്കര ഭയങ്കര ഒരു മാസ് പരിപാടിയാണ്. അതിനകത്ത് ഉറപ്പായിട്ടും സിനിമയുണ്ട്. അത് ഉണ്ടാവും. ഇന്നില്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ വരുന്ന ഒരു സമയത്ത് അതൊക്കെ ഉറപ്പായിട്ടും ഇവിടെ കാണിക്കേണ്ടതാണ്, കാണിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അപ്പം ഓരോരുത്തർ എങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് എത്തിയെന്നുള്ളത്, എങ്ങനെയാണ് ഡയറക്ഷനിലേക്ക് എത്താനായിട്ടുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെന്നുള്ളത്. അപ്പം ഈ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഐഡലായിട്ട് നിൽക്കുന്ന ഡയറക്ടർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ? നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മേക്കേഴ്സ് ഉണ്ട്, ഓരോ രീതിയിലായിരിക്കാം. ഇപ്പം മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ കെ ജി ജോർജിൻ്റെ സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അയാൾ എടുത്തേക്കുന്ന ഓരോ സിനിമകളും ഓരോ രീതിയിലുള്ള പടങ്ങളാണ്. റൈറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്, മേക്കിങ്, അങ്ങനെയുള്ള സാധനം കെ ജി ജോർജിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തമിഴിൽ ത്യാഗരാജ കുമാരരാജയുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. വെട്രിമാരൻ സിനിമകളിലെ കുറേ അംശങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ എമീർ കുസ്തറിക്കയുടെ സിനിമകൾ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് അസ്ഗർ ഫർഹാദിയുടെ സിനിമകൾ, ഇങ്ങനെ കുറച്ച് സിനിമകൾ, അവരുടെ സിനിമകൾ ഫോളോ ചെയ്ത് അവരുടെ നിന്ന് കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ ഇന്നൊരു ഡയറക്ടർ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള കുറേ ഡയറക്ടേഴ്സിനെ പിടിക്കാറുണ്ട്. സിനിമ എല്ലാ ടൈപ്പ് സിനിമയും കാണും, പക്ഷെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തത് മാരി സെൽവരാജ് സാറിന്റെ സിനിമകളാണ്. ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സാണ് ഡെനി വില്ലിനേവ് എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, ഡ്യൂണിൻ്റെ. അപ്പം അയാളുടെ ഇൻസെൻറ്റീവ്സ് പറഞ്ഞപ്പോഴാണ് എൻ്റെ റൈറ്റിങ് മാറ്റി ഒരു പടം എന്നുവെച്ചാൽ. അപ്പം അതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ്, അയാളുടെ കരിയർ ഗ്രോത്തും എനിക്ക് ഇഷ്ടമാണ്, അയാളുടെ സിനിമകളും ഇഷ്ടമാണ്, ഓരോ ടൈമിലെ സിനിമകൾ. പിന്നെ ത്യാഗരാജ കുമാരരാജ, പിന്നെ അത്രയാണ്. പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്റ്റഫർ നോളൻ പടങ്ങൾ ഇഷ്ടമാണ്. ഞാൻ മറന്നുപോയി, പേര് മറന്നുപോയി. ഞാൻ ഇവരൊക്കെ പറഞ്ഞ വലിയ വലിയ പേരുള്ള എല്ലാ പടങ്ങളും കാണും. പക്ഷേ എനിക്ക് അൽഫോൺസ് പുത്രനെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അൽഫോൺസ് പുത്രനെ എനിക്ക് പ്രേമോ നേരോ അന്ന് വരെ കണ്ട രീതിയിലല്ല അവരത് സിനിമ എനിക്കൊന്ന് ഞാൻ പറഞ്ഞ ഇതല്ലേ അവതരിപ്പിച്ചത്, മേക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അതുപോലെയാണ് ഞാൻ ഭയങ്കരമായിട്ട് വർക്കായതുകൊണ്ട് ഇവിടെ മഹേഷിൻ്റെ കൂടെ ഭയങ്കര ഇതായിട്ടുള്ള കഥകൾ അവർ ഭയങ്കര കൊമേഴ്ഷ്യലാക്കി കാണിച്ച് ഡയലോഗ്സുകളൊക്കെ. അപ്പോൾ അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മറന്നുപോയി ഞാൻ. അപ്പം ഇങ്ങനെയുള്ള മേക്കേഴ്സിൻ്റെ പരിപാടികൾ എല്ലാ പടങ്ങളും കാണും. കൂടുതലും ഈ മേക്കിംഗ് സ്റ്റൈലിൽ ഭയങ്കരമായിട്ട് കട്ട്സൊക്കെ ഉപയോഗിക്കുന്ന പരിപാടികൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. അടുത്ത റൗണ്ട് ടേബിളിൽ വിളിക്കാം. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് കഴിഞ്ഞ വർഷം, അതായത് 2026 ആയല്ലോ, 2025 നിങ്ങൾ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ദേ ക്ലോൺഡ് ടൈറോൺ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പടം കണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം റിലീസ് ആയത്? കഴിഞ്ഞല്ല, അത് 2023-22 പടം. അത് ഞാനൊരു കൊമേഴ്ഷ്യൽ പടം, ഒരു ചുമ്മാ ഇംഗ്ലീഷ് പടം വിചാരിച്ച് കണ്ട. അത് കുറേ മുന്നോട്ട് പോയപ്പം ഭയങ്കര പൊളിറ്റിക്സ് സംസാരിക്കുന്ന പടമായിരുന്നു. ഭയങ്കരമായിട്ട് വർക്കായി. അതിൻ്റെ അവതരണ രീതിയൊക്കെ നമ്മളിപ്പം കാണുന്ന ഒരു രീതിയിലുള്ള സിനിമയിലെ പോലെ. പിന്നെ ഇന്നലെ കണ്ടത് വൺ ബാറ്റിൽ അനദർ, അങ്ങനത്തെ പടം. ആഫ്റ്റർ അനദർ, അതിനെ മറന്നുപോയി അതും. ഇത് രണ്ടും ഉണ്ട്, കാണുമായിരിക്കും. ഇപ്പം ഇത് രണ്ടും ഓർമ്മയുള്ളൂ. ഇത് രണ്ടും നല്ല പടങ്ങളാണ്. ഞാൻ ഈ 2025 പടങ്ങൾ കാണുന്നത് കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. തിയേറ്റർ വാച്ച് എക്കോ ആണ് കണ്ടുള്ളത്. ഇത് ഇടയ്ക്ക് ഒരു പറഞ്ഞാട്ടെ, ഇംഗ്ലീഷ് പടം മാത്രം പറഞ്ഞിട്ട് ഇപ്പം മലയാളം പടം ഒന്നും കാണുകയില്ലെന്ന് ചോദിക്കരുത്, മറന്നുപോയതാണ് നിങ്ങളുടെ. ബാക്കി പടം അത് സൂ ഫ്രം സോ എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു. അത് കിടിലം പടമായിരുന്നു. ഇപ്പോൾ ഓർത്തപ്പോഴാണ് പറഞ്ഞു ഏതൊരു മലയാളം പടം കൂടെ പറഞ്ഞു. അതെ അതെ. എനിക്ക് കിഷ്കിന്ദകാണ്ഡവും എക്കോ ഒരുപാട് ചിന്തിച്ചാണ് സിനിമ കഴിഞ്ഞിട്ട്. കിഷ്കിന്ദകാണ്ഡമൊക്കെ 2-3 ദിവസം ഇരുന്ന് അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ ആട്ടം എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടമാണ്. അത് ഒരുപാട് മൂവി. അത് ആക്ടിങ് ആണെങ്കിലും എല്ലാം, സ്ക്രിപ്റ്റിംഗ് എല്ലാം, അത് അടിപൊളി സിനിമയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ 2025 സിനിമ വളരെ കുറവാണ് കണ്ടത്.
കണ്ണന്തിരി ഇപ്പോൾ പറഞ്ഞ ആട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ആട്ടത്തിൻ്റെ പരിപാടി അത് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മേക്കിംഗ് പരിപാടി സിനിമയുടെ വേറൊരു പരിപാടിയാണല്ലോ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആട്ടം വളരെ കുറവായിരുന്നു സിനിമകൾ കണ്ടത് സത്യം പറഞ്ഞാൽ. അതുപോലെ 2005 പഴയ സിനിമകൾ എന്തെങ്കിലും വീണ്ടും റീവാച്ച് ചെയ്ത് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ക്യൂറ്റിയുടെ പടങ്ങളൊക്കെ കാണും. അപ്പം അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടെങ്കിലേ ഉള്ളൂ. ഈ ഒരേ സിനിമ തന്നെ റിപ്പീറ്റായിട്ട് കാണുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അതായത് 10ഉം 15ഉം 20ഉം പിന്നെ കാണും, ഉറപ്പായിട്ട് കാണും. അങ്ങനത്തെ സിനിമ ഉണ്ടെങ്കിൽ അതേത് സിനിമയാണ്? അതായത് ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ കാണുന്ന അങ്ങനെ ഒരു വാച്ചല്ല. ഇപ്പം ഞാൻ ബാഹുൽ രമേശുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പ്രസ്റ്റീജ് മൂവി പുള്ളി, അതായത് ഒരു സിനിമ റൈറ്റിങ്ങിന് മുമ്പായിട്ട് പുള്ളി ഇരുന്ന് കാണും. അങ്ങനെ 10-20 തവണ പുള്ളി സ്ഥിരം കാണുന്നത്. അതായത് മേക്കിങ്ങിന് വേണ്ടി ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹത്തിന് പുതിയ എന്തെങ്കിലും ഇത് കിട്ടും എന്ന് പുള്ളി അന്ന് ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സിനിമകൾ ഒരേ സിനിമ തന്നെ റിപ്പീറ്റായിട്ട് കാണുന്ന അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ? സിനിമ അല്ല, ഓരോ ഡയറക്ടറുടെ സിനിമകൾ കാണാറുണ്ട്. ടാരന്റിനോയുടെ സിനിമകൾ തപ്പി പിടിച്ചിട്ട് ഇരുന്ന് എന്താ എനിക്കറിയത്തില്ല, അതിന്റെ വയലൻസ് ആണോ എന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ചില സമയത്ത് ഇരുന്ന് കാണും, തപ്പിയെടുത്തിട്ട് അയാളുടെ സിനിമകളെ വീണ്ടും വീണ്ടും എടുത്തിട്ട് കാണാൻ തോന്നും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പ്രസ്റ്റീജ് കാണാറുണ്ട്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഒരു റൗണ്ട് ടേബിളിൽ നമ്മൾ ടോട്ടൽ 4 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് കരുതി ഇവർ മാത്രമല്ല PRDCയിൽ അസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്കമിങ് ആയി വരുന്ന ഡയറക്ടേഴ്സ്. അങ്ങനെ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ഈ 4 പേരെയും ചൂസ് ചെയ്തത്. ഇത് നമ്മളെ ഈ ലിസ്റ്റിനകത്ത് ഓൾറെഡി സുധീഷ് മോഹൻ കൂടി ഉണ്ടായിരുന്നു. സുധീഷ് മോഹനെ ഈ ഒരു അവസരത്തിൽ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ PRDCനകത്തുനിന്ന് തന്നെ ഒരു ഫീച്ചർ ഫിലിം ചെയ്ത ഡയറക്ടറാണ് സുധീഷ് മോഹൻ. സോ സുധീഷ് മോഹൻ വരാത്തത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റീസൺസ് കൊണ്ടാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ആസ്പയറിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് വേറെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു പരിമിതിയുടെ ഒരു ഇതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സും കൂടെ ആണെന്ന് കരുതിയാൽ മതി. ചിലപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ വർക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സ് എന്ന നിലയിലാണ് ഈ 4 പേരെയും ഈ ഒരു റൗണ്ട് ടേബിളിന് വേണ്ടി ഞാൻ ക്ഷണിച്ചത്. എനിക്ക് വളരെ ഹാപ്പി ഒരു ഫീലിംഗ് തന്നത് രാഗേന്ദു ഉള്ളത് കൊണ്ട്. അതായത് പ്രത്യേകിച്ചും ഫിലിം ആദ്യം സംസാരിച്ച പോലെ തന്നെ സിനിമ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡിൽ വുമൺ ഒരു ഡയറക്ടർ വരുന്നത് സത്യത്തിൽ വളരെ പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. സോ എല്ലാവർക്കും 4 പേർക്കും നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്നായിട്ട് വരട്ടെ. നിങ്ങൾ ഫീച്ചർ ഫിലിംസ് തന്നെ ഭാവിയിൽ ചെയ്യട്ടെ. അത് കമേഴ്ഷ്യലായിട്ട് തന്നെ വരട്ടെ. ബോക്സ് ഓഫീസ് ഹിറ്റ് ആവട്ടെ. 100 കോടി 200 കോടിയും ക്ലബിലൊക്കെ നിങ്ങൾ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ഈ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ വന്നതിനും നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റൗണ്ട് ടേബിളാണ്. അതിൽ വന്നതിൽ വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.